മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10-14 ദിവസം വീട്ടിൽ പോയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കാണാൻ ചെന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എനിക്കൊരു വളർത്തുപൂച്ചയുണ്ടായിരുന്നു. ആയിഷ ബീവി വളർത്തിയിരുന്ന ഒരു പൂച്ച ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട സഹാബികൾക്കൊക്കെ പൂച്ച ഉണ്ടായിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പൂച്ചയുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന് വളർത്തുപൂച്ചയുണ്ടായിരുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് വളർത്തുപൂച്ചയുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എനിക്കൊരു വളർത്തുപൂച്ചയുണ്ടായിരുന്നു. ആ വളർത്തുപൂച്ചയ്ക്ക് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കും, ഞാൻ തന്നെ വെള്ളം കൊടുക്കും. മുത്തുനബി വരാത്ത ദിവസങ്ങളിൽ എന്നോടൊപ്പം എൻ്റെ ബെഡിൽ എൻ്റെ പൂച്ച കടന്നുറങ്ങും. വ്യഭിചാരാരോപണമുണ്ടായിട്ട് നബി തങ്ങൾ വീട്ടിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം വരാതിരുന്ന 14 ദിവസവും എൻ്റെ വളർത്തുപൂച്ച എൻ്റെ അടുക്കൽ വന്നില്ല. എന്ന സംഗതിയിൽ എന്തേലും ഉണ്ടോ? ഒന്നുമില്ല. അവസാനം ആയിഷ ബീവി കുറ്റവിമുക്താവുകയാണല്ലോ വഹി വന്നിട്ട്. സംഗതി ഒന്നുമില്ല. പക്ഷെ നബി തങ്ങൾ പോയില്ല, അതിനാൽ പൂച്ചയും പോയില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനോട് മിണ്ടണ്ടാന്ന് തീരുമാനിച്ചാൽ മിണ്ടാ പ്രാണികൾ വരെ അവന്റെ അടുത്തേക്ക് ചെല്ലുകയില്ല. ആണ് സംഗതി. ജീവികളിൽ നിന്ന് ഒരുപാട് അധ്യാപനങ്ങൾ പഠിക്കാണ്ട് എന്നാണ്. പൂച്ചയിൽ നിന്ന് കുറെ കാര്യം പഠിക്കണം, നായയിൽ നിന്ന് വേറെ കുറെ കാര്യം പഠിക്കണം. നായ വീട്ടുകാരനെ സ്നേഹിക്കുമ്പോൾ പൂച്ച വീടിനെയാണ് സ്നേഹിക്കുക. പൂച്ച വീടിനെയാണ് സ്നേഹിക്കുക, നായ വീട്ടുകാരനെയാണ് സ്നേഹിക്കുക. പൂച്ചനെ എവിടെയെങ്കിലും ഒരു ചാക്ക് കെട്ടിയിട്ട് ആരും കാണാതെ കുറെ ദൂരം കൊണ്ടേയിട്ടാലേ ചാക്കിന്ന് നീച്ചിട്ട് പൂച്ച പോയ വൈക്ക് വന്നിട്ട് മ്യാവൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നാണ്. നായ അങ്ങനല്ല. നായ വീട്ടുകാരന്റെ കൂടെ ഇങ്ങനെ പോയിട്ട് വീട്ടുകാരൻ ഒരു കടത്തിണ്ണയിൽ പീഡിയക്കൊലയുമേ ആ കാർബോർഡിന്റെ ചട്ട വിരിച്ചിട്ട് അതിലാണ് കടന്നാല് നായ അതിന്റെ എടുത്ത് വന്നിട്ടാണ് കിടക്കും. ഞാൻ നിങ്ങളിൽ തന്നെ നിന്നോട്ടെ എന്നാണ്. നായ വീട്ടുകാരനെ സ്നേഹിക്കും, പൂച്ച വീടിനെ സ്നേഹിക്കും. അതുകൊണ്ട് എന്റെ പൂച്ച എന്റെ അടുക്കൽ വന്നില്ല എന്ന് പറഞ്ഞു സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ. ഈ 14 ദിവസവും അമ്മോശനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മരുമകനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും ചുരുങ്ങിയത് ദിവസത്തിൽ 5 പ്രാവശ്യം കണ്ടിട്ട് മോള കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞില്ല. ഏറ്റവും ചുരുങ്ങിയത് വാപ്പെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ എന്ന് പറയില്ലേ, പറഞ്ഞില്ല. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്ന് സിദ്ദീഖിന് അറിയാമായിരുന്നു എന്നതാണ് കാരണം. അങ്ങനെ ആകെ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയ ആള് ഈ ഒരു മനുഷ്യനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ എന്ന പേരായ ഈ ഒരു മനുഷ്യനാണ്. കുറെ കാലം അയാൾ ജീവിച്ചു. മുസ്ലിങ്ങളുടെ എല്ലാ കാര്യത്തിലുണ്ടാവും ആള് മുനാഫിക്കാണ്. കാഫിറിനേക്കാൾ വലിയ ശിക്ഷ പറഞ്ഞിട്ടുള്ള ആളാണ് മുനാഫിക്ക്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്വലി മിനന്നാർ. നരകത്തിന് 8 തട്ടുകളാണ്, 7 എന്ന അഭിപ്രായവും ചിലർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും മുകൾ ഭാഗമാണ് ജഹന്നം. വിശ്വസിച്ച് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കുള്ളതാണ്. ആള് മൂമിനാണ്, പക്ഷെ കുരുത്തക്കടെ കാട്ടുള്ളൂ, അങ്ങനത്തെ ഉള്ളതാണ് മേലത്തത്. അതിനാണ് ജഹന്നം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കാഫിരീങ്ങൾക്കുള്ളതാണ് ഏറ്റവും അടിയിലെ തട്ട്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്വലി മിനന്നാർ. അത്രയും മോശപ്പെട്ടവനാണ് മുനാഫിഖ്. ഈ ചങ്ങായി മുനാഫിഖാണ്. എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും. നിസ്കരിക്കാൻ ഉണ്ടാവും, ആള് നോൽമ്പറക്കാൻ വരും, എല്ലാവരും ഉണ്ടാവും. അയാൾ മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോ സഹാബത്ത് വിചാരിച്ചു അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം വരാൻ സാധ്യതയില്ല. കാരണം അയാൾ മുനാഫിഖാന്ന് എല്ലാവർക്കും അറിയാം. നബി തങ്ങൾ മയ്യത്ത് നിസ്കാരത്തിന് വരൂല എന്ന് സഹാബത്ത് വിചാരിച്ചു. സഹാബത്ത് അയാളെ കുളിപ്പിച്ചു.
അദ്ദേഹത്തെ കഫൻ ചെയ്തു. മറവ് ചെയ്യാൻ വേണ്ടി ഖബറിലേക്ക് ഇങ്ങനെ ഇറക്കുമ്പോ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വന്നു. ഖബറിലേക്ക് ഇറക്കാണ് എന്ന് കണ്ടപ്പോ ഖബറിലേക്ക് ഇറങ്ങി നിന്ന് കാലിന്റെ തൊടമ്മക്ക് മയ്യത്ത് വാങ്ങി വെച്ചിട്ട് തോളിലുണ്ടായിരുന്ന മുണ്ടെടുത്ത് ഇങ്ങനെ പൊതച്ചു കൊടുത്തിട്ട് ഖബറിൽ വെച്ച് മൂടുകല്ല് വെച്ച് മറവ് ചെയ്ത് പോകുമ്പോ മുഖറബുൽ അംലാക്ക് ജിബ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ഒരായത്തോതി കൊടുത്തു. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ലൻ യഗ്ഫിറല്ലാഹു ലഹും. നബിയെ, അയാൾക്ക് പൊറുക്കണമെന്ന് നിങ്ങൾ 70 പ്രാവശ്യം പറഞ്ഞാലും ഞാൻ അയാൾക്ക് പൊറുക്കൂല നബിയേ എന്നായത്തിറങ്ങി. ഈ ആയത്തിറങ്ങിയപ്പോ നമ്മളെ പൊന്നാര നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ റബ്ബ് എന്നോട് 70 പ്രാവശ്യം പറഞ്ഞാൽ അയാൾക്ക് പൊറുക്കൂലെന്നേ പറഞ്ഞിട്ടുള്ളൂ. 71 പ്രാവശ്യം തോർന്നിട്ട് അയാളെ തിരിച്ചു കിട്ടുമോ നോക്കും ഞാൻ എന്ന് പറഞ്ഞതിന്റെ പേരാണ് റഹ്മത്ത് എന്ന് പറയുന്നത്. അവിടേക്ക് നമ്മൾ എത്ര ബസ് കയറേണ്ടി വരും എന്ന് ആലോചിച്ചാൽ നബിയും നമ്മൾ എത്ര ദൂരത്താന്ന് മനസ്സിലാവും. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സംഗതി. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ വിശേഷണമാണ് നബി തങ്ങൾ റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബിയോട് പറഞ്ഞു, പുന്നാര നബിയെ, ആയിഷക്ക് വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കണം നബിയേ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പ നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ, എന്റെ ആയിഷക്ക് നീ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാഹ് തോരുന്നു. ഈ ദുആ കേട്ടപ്പോ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചിരിച്ചു എന്ന് മാത്രല്ല, ചിരിച്ച് തലമടിക്കടത്തി അങ്ങനെ ചിരിച്ചു. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ആയിഷ എന്തിനാ അങ്ങനെ ചിരിച്ചണെന്ന് ചോദിച്ചു. അതിന് പറഞ്ഞു, നബിയെ, നിങ്ങൾ ദ്വാരന്നില്ലേ, നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമെന്ന കാര്യം ഉറപ്പല്ല നബിയേ. ആയിഷാന്റെ എല്ലാ ദോഷവും പുറത്തിയില്ലേ, പിന്നെ എങ്ങനെയാണ് ഞാൻ ചിരിക്കാതിരിക്കുക എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ആയിഷ, ഞാൻ ഈ ദുആ എന്റെ ഉമ്മത്തിന് വേണ്ടി എല്ലാ ദിവസവും 2 വട്ടം ദ്വാരക്കലുണ്ട് ആയിഷ എന്ന് പറഞ്ഞേ. അതിന്റെ പേരാണ് റഹ്മത്ത്. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഈ ആയത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്തിറങ്ങിയതിന്റെ ശേഷം ഇറങ്ങിയതാണിത്. ദീന് പൂർത്തിയായിട്ട് ഇറങ്ങിയ ആയത്താണിത്. അൽയൗമ അക്മൽതു ലക്കും എന്നുള്ള ആയത്തിൽ ദീന് പൂർത്തിയാക്കിയല്ലോ. ദീൻ പൂർത്തിയായി എന്ന വഹി ഇറങ്ങിയതിന്റെ ശേഷം പിന്നെ ഇറങ്ങിയ ആയത്താണ് ലഖദ് ജാഅക്കും. എന്താണത്? മദ്ഹുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.